എൻ്റെ വീഡിയോകൾ അതിന് മറുപടി നൽകാനുള്ള ത്രാണിയില്ലാത്തത് കാരണം കൊണ്ട് ലോഡ് കണക്കിന് കിതാബോധിയിട്ട് തലയിൽ തിരികെയും കെട്ടി കിടക്കുന്ന മൊയ്ലിയാക്കന്മാർ ഇസ്മായിൽ വീസിനെ വെച്ചുകൊണ്ട് വീഡിയോ ടെർമിനേറ്റ് ചെയ്യുകയും കോപ്പിറൈറ്റ് അടിക്കുകയും റിപ്പോർട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ആ ബുദ്ധിമുട്ട് എന്തായാലും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സത്യമായിട്ട് വിളിച്ചു പറയാനുള്ള ഉദ്ദേശവുമായിട്ട് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ജീവിക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല മേഖലയിൽ നിന്നുണ്ടാകും എന്നറിയാം. മൊയ്ലിയാക്കന്മാർ പറഞ്ഞ വിവരക്കേട് അന്തംഗമ്യ വർത്താനങ്ങൾ അത് വീണ്ടും റിയാക്ട് ചെയ്തതിനാണ് എൻ്റെ ചാനലുകൾ ലോക്ക് ചെയ്തത്. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിങ്ങൾ വളരെ കാലമായിക്കൊണ്ട് എടുത്തുകൊണ്ട് കിടക്കുന്ന മുത്തിൻ്റെ മൂത്രം കുടിച്ച ഒരു കഥ, അത് പറഞ്ഞത് മുള്ളൂർക്കര മൈമാലി സക്കാഫിയാണ്. സഖാവ് മൂപ്പരാ പറഞ്ഞ വിവരം കെട്ട പൊട്ടപ്പോയത്തെ കഥ ഉണ്ടല്ലോ, വിവരക്കേട് എന്ന് പറഞ്ഞാലും പോരാ, എമ്മാരി വിവരക്കേട് കേട്ടോ. കാണിങ്ങൾ പരമൈമാലിയെ ഖിദ്മത്തെടുക്കാൻ പെണ്ണുണ്ടാണ്, വൃത്തിയൊരു വേലക്കാരൻ. അവളൊരു തങ്ങള് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റൻഷന് മാത്രം ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നിരത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച് പാത്രമെടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം വെളുത്തപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തിൽ നിന്ന് ഇത് കാക്കപ്പെട്ടു. ഇസ്മായിലേ, ഈ വിവരം കെട്ട വിവരക്കേടുകൾ കാണിച്ചതിനല്ലേ എൻ്റെ വീഡിയോ എടുത്തിട്ട് റിപ്പോർട്ട് അടിച്ചതും കോപ്പിറൈറ്റ് അടിച്ചതും? ഈ പറഞ്ഞ ഈ വിവരക്കേടിന് ഏത് ഗ്രന്ഥത്തിലാണ് തെളിവുള്ളത്? അത് ഇസ്മായിലിനായാലും വേണ്ടില്ല, ഏത് ഖുറാഫിക്കായാലും വേണ്ടില്ല, കുബൂരിക്കായാലും വേണ്ടില്ല, കാണിച്ചു തരാം. ഇവിടെ പ്രവാചകന്റെ മൂത്രം കുടിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് വേലക്കാരിയുടെ വയറുവേദന എന്തായാലും പോയി. അത് മാത്രമല്ല, ആ വേലക്കാരി നരകത്തിൽ നിന്ന് ഇത് കാക്കപ്പെട്ടു. ഏത് കാക്കപ്പെട്ടു? മൈമാലിയെ, എന്ത് നുണയാണ്? ഏത് പൂമ്പാറ്റ വായിച്ചിട്ട്, ഏത് മായാവി കഥ വായിച്ചിട്ടാണ് ഈ പറയണത്? ഇത് യുക്തിവാദികൾ ട്രോളി കൊണ്ട് നടക്കണ്ടല്ലോ. യുക്തിവാദികൾക്ക് മറുപടി നൽകാൻ കഴിയാത്ത മൊയ്ലിയാക്കന്മാര് അവർക്ക് മരുന്ന് കൊടുക്കുകയല്ലേ, മറുപടി കൊടുക്കണില്ല. അവർക്ക് ട്രോളാനുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏത് കിതാബിലാണ് ചെങ്ങായി ഇതുള്ളത്? വിവരക്കേടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിവരക്കേടിൻ്റെ കൂത്തരങ്ങായ ഇതുപോലുള്ള മൊല്ലാക്കന്മാരുണ്ടെങ്കിൽ ഇസ്ലാമിനെ 70,000 കാതം അകലത്തേക്ക് അകറ്റുന്ന രൂപത്തിൽ മനുഷ്യന്മാരെ ഇസ്ലാമോഫോബിയയുമായിട്ട് നടക്കും. ഇതുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധമല്ല. പ്രവാചകന്റെ മൂത്രം അങ്ങനെ കുപ്പിയിൽ അടച്ചു വെക്കുകയല്ല. ആ മൂത്രം കുപ്പിയിൽ അടച്ചു വെച്ച് വെച്ചെങ്കിൽ തന്നെ അതെടുത്തിട്ട് മണമണാന്ന് മോന്തല്ല. എന്ത് നോണയൊക്കെയാണ് മൊയ്ലിയാരെ പറയണത്? നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്ക്? ഊരും ചെയ്യലുണ്ടോ? ഉളുപ്പുണ്ടോ? ഉണ്ടോ?